നമസ്കാരം. പതിരും കതിരും. കവിയും മഹാപണ്ഡിതനുമായിരുന്നു മേൽപ്പത്തൂർ. ഗുരുവായൂരപ്പൻ്റെ അടിയുറച്ച ഭക്തനുമായിരുന്നു അദ്ദേഹം. മേൽപ്പത്തൂരിനൊരിക്കൽ വാതരോഗം പിടിപെട്ടു. കൈകാലുകൾ മരവിച്ച് ശരീരം വേദന കൊണ്ട് നുറുങ്ങി. രോഗാവസ്ഥയിലും ഭഗവാനൊരു കാവ്യം എഴുതി സമർപ്പിക്കണമെന്ന് മേൽപ്പത്തൂർ തീരുമാനിച്ചു. എന്നാൽ ആദിമധ്യാന്തരഹിതമായ ഭഗവാന്റെ അവദാനങ്ങൾ എവിടെ നിന്ന് ആരംഭിക്കണമെന്ന് അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നില്ല. സംശയ നിവാരണത്തിനായി എഴുത്തച്ഛനെ ആശ്രയിച്ച ഭട്ടതിരി ഒരു ബ്രാഹ്മണനെ അതിനായി നിയോഗിച്ചു. ബ്രാഹ്മണൻ ചെല്ലുമ്പോൾ നാരായം കൊണ്ട് എഴുത്തച്ഛൻ ഓലയിൽ എന്തോ കുറിക്കുന്ന തിരക്കിലായിരുന്നു. എങ്കിലും കാര്യം തിരക്കി. ബ്രാഹ്മണനിൽ നിന്നും ഭട്ടതിരിയുടെ അവസ്ഥയും ആഗമനോദ്ദേശവും അറിഞ്ഞ എഴുത്തച്ഛൻ മീൻ തൊട്ടു കൂട്ടാൻ നിർദ്ദേശിച്ച് ബ്രാഹ്മണനെ യാത്രയാക്കി. എഴുത്തച്ഛൻ്റെ മറുപടി ബ്രാഹ്മണന് വല്ലാത്ത നീരസമുണ്ടാക്കി. എങ്കിലും അയാൾ മറുത്തൊന്നും പറഞ്ഞില്ല. മടങ്ങിയെത്തിയ ബ്രാഹ്മണൻ പൊടിപ്പും തൊങ്ങലും ചേർത്ത് തന്നെ അപമാനിച്ചു വിട്ട എഴുത്തച്ഛനെപ്പറ്റി പറഞ്ഞു കേൾപ്പിച്ചു. മീൻ തൊട്ടുകൂട്ടാൻ ഒരു ബ്രാഹ്മണനോട് പറയുകയോ? അത് കേട്ടതും ഭട്ടതിരിക്ക് സമാധാനമായി. എഴുത്തച്ഛൻ പറഞ്ഞതിൻ്റെ പൊരുൾ അദ്ദേഹത്തിന് പിടികിട്ടി. മുഖം തെളിഞ്ഞു. സംശയിച്ചു നിന്ന ബ്രാഹ്മണനോട് ഭട്ടതിരി പറഞ്ഞു, മത്സ്യാവതാരം മുതൽ എഴുതി തുടങ്ങാനാണ് എഴുത്തച്ഛൻ നിർദ്ദേശിച്ചത്. അതോടെ മേൽപ്പത്തൂർ നാരായണീയ കാവ്യം എഴുതി പൂർത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ വാതരോഗവും ശമിച്ചു. വാദം കൊണ്ട് വിപ്ലവത്തിൻ്റെ ശീതം നീങ്ങിയ ഇ പി ജയരാജൻ തൻ്റെ ആത്മകഥയ്ക്ക് എന്ത് പേരിടണം എന്നും എവിടെ തൊട്ട് തുടങ്ങണമെന്നും ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് DC പരിപ്പുവട തൊട്ടു തുടങ്ങാൻ പറഞ്ഞത്. ഛായ് ലജ്ജാകരം. സൈദ്ധാന്തിക ബുദ്ധിജീവിയായി മാറാൻ പോകുന്ന തൻ്റെ ആത്മകഥയ്ക്ക് ഇങ്ങനെ ഒരു പേരിടുകയോ? മേൽപ്പത്തൂരിനുള്ള ഇത്ര ബുദ്ധിവൈഭവം പാവം ഇ പി ജയരാജന് ഇല്ലാതെ പോയി. കൃതി പൊട്ടയാണെങ്കിലും പേരുകൊണ്ട് വിറ്റുപോയ എത്രയോ സംഭവങ്ങളുണ്ട്. അതിനെപ്പറ്റി പറയാം. കുടുംബം പുലർത്താൻ ലൈംഗിക തൊഴിലാളിയായി മാറിയ നളിനി ജമീല തൻ്റെ ആത്മകഥയ്ക്ക് നൽകിയ പേര് ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എന്നായിരുന്നു. ആ പേര് കൊണ്ട് തന്നെ പുസ്തകം ചൂടപ്പം പോലെ വിറ്റുപോയി. അതും DC നിർമ്മിതിയായിരുന്നു. അതുപോലെ കുടുംബം പുലർത്താൻ കമ്മ്യൂണിസ്റ്റായി മാറിയ ഇ പി ജയരാജന്റെ പുസ്തകത്തിന് പരിപ്പുവടയോളം ജനകീയമായ ഒരു പേര് കിട്ടാനില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ സിദ്ദിഖ് തൻ്റെ ആത്മകഥയ്ക്കിട്ട പേര് ഒരു കള്ളന്റെ ആത്മകഥ എന്നായിരുന്നു. ജയിലിൽ ജീവിക്കുമ്പോഴും താൻ അന്തസ്സായി പണിയെടുത്ത് ജീവിച്ചതായും 95 പൈസ കൂലിയുള്ളത് മുതൽ 260 രൂപ കൂലിയായപ്പോൾ വരെ താൻ പണിയെടുത്തതായും സിദ്ദിഖ് പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ഒരു കമ്മ്യൂണിസ്റ്റായ ഇ പി ജയരാജൻ ഇന്നോളം പണിയെടുത്ത് സമ്പാദിച്ചതും ദേഹമനങ്ങി ജോലി ചെയ്ത് നേടിയതും എത്ര രൂപ വരും? കുപ്രസിദ്ധ മോഷ്ടാവും മണിയൻപിള്ളയുടെ ജീവിതകഥയുടെ പേര് തസ്കരൻ മണിയൻപിള്ളയുടെ ആത്മകഥ എന്നായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ചെയ്യുന്ന തൊഴിലും പ്രവൃത്തി മേഖലയുമായി ബന്ധപ്പെട്ട പേരുകൾ പുസ്തകത്തിന് നൽകുന്നതിൽ നാണക്കേടൊന്നുമില്ല. കട്ടൻ ചായ എന്നും പരിപ്പുവടയെന്നും പറയുമ്പോൾ ഇത്ര നാണക്കേട് തോന്നി തുടങ്ങിയത് എന്നു മുതൽക്കാണ് നിങ്ങൾക്ക്? മൂല്യബോധവും മാർക്സിസ്റ്റ് തത്വങ്ങളെന്ന് പേരിട്ടാൽ ഈ ചവർ ആരെങ്കിലും വായിക്കുമോ? അതൊക്കെ പോകട്ടെ. കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കുന്ന മന്ത്രവാദത്തിലെ ഒരു ഉഗ്രൻ പ്രയോഗമുണ്ട്. വിപ്ലവത്തിൻ്റെ വിഷഹാരികളായ പിണറായിക്കും ഗോവിന്ദനും ആ ക്രിയ നന്നായി അറിയാം. അതിഘോരമായ ഒരു ആവാഹനമാണത്. വാരിമൂർഖൻ മുതൽ തക്ഷകൻ വരെ പിണറായി വിജയന്റെ മകുടിയൂത്തിൽ ഇഴഞ്ഞു വരും. അവറ്റകൾ കൊത്തിയ വിഷം വലിച്ചെടുക്കും. പിന്നെ ചിത്രകൂട കല്ലിനു താഴെ തലതല്ലിച്ചാകും. ഇതേ ഗതിയാണ് ഇ പി ജയരാജനും സംഭവിക്കാൻ പോകുന്നത്. മറുകണ്ഠം ചാടിയ വയ്യാവേലി സരിനു വേണ്ടി വോട്ട് പിടിക്കാൻ പാലക്കാടിന് കൊണ്ടുപോവുകയാണ് പാർട്ടി ജയരാജനെ. സരിൻ നല്ലവനാണെന്നും ആർജവമുള്ള കമ്മ്യൂണിസ്റ്റാണെന്നും അവിടെ നിർത്തി പറയിക്കും. തൻ്റേതെന്ന പേരിൽ രാഹുൽ എഴുതിയ ആത്മകഥയാണ് ഇതെന്നും പുറത്തുവിട്ടത് ഷാഫിയാണെന്നും സരിൻ പറഞ്ഞതുപോലെ തന്നെ അവിടെയും പറയും. കുഴപ്പക്കാർ DC അല്ല DCC ആണ്. കൽപ്പാത്തിത്തേര് വലിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് പാർട്ടി ജയരാജനെ വലിച്ചു പാലക്കാടിന് കൊണ്ടുപോകുന്നത്. വിഷമിറക്കിക്കഴിഞ്ഞാലുടൻ AKG സെന്ററിന്റെ മുമ്പിൽ പോയി തലയറിഞ്ഞ് ചാകാനാകും ജയരാജന്റെ വിധി. ഇത്ര വലിയ രാഷ്ട്രീയ വർത്തമാനങ്ങൾക്കൊന്നും പോകാതെ പണ്ട് ലോനപ്പൻ നമ്പാടൻ മാഷ് നമ്മാടൻ്റെ ഫലിതങ്ങൾ എഴുതി പുസ്തകമാക്കിയ പോലെ ചിറ്റപ്പൻ്റെ ഫലിതങ്ങൾ അഥവാ കമ്മി ജീവിതം എന്നൊരു പുസ്തകം എഴുതിയിരുന്നെങ്കിൽ എത്ര സിമ്പിളായിരുന്നേനേയും കാര്യങ്ങൾ. ഫോഡാ ഫുല്ലേ CBI, മേഴ്സിയുടെ കളി, MN വിജയൻ്റെ ഫുട്ബോൾ കളി, മുഹമ്മദ് അലി കേരളത്തിന് സ്വർണം നേടിയ കഥ, അങ്ങനെ ഒടുവിലത്തെ മാനിക്കുലേറ്റ് വരെ എന്തെല്ലാം ഫലിതങ്ങൾ.
പിന്നെ കള്ളിന്റെ പോഷകാഹാര ഗുണങ്ങൾ. അത് വായിച്ചു വായിച്ച് പിണറായി വിജയനും ഗോവിന്ദനും ശ്രീമതിയുമെല്ലാം കൂടി തലയറഞ്ഞു ചത്തേനേം, ചിറ്റപ്പൻ ജീവിച്ചേനേം. ദൈവമേ, ലോകത്തൊരുത്തൻ്റെയും ആത്മകഥയ്ക്ക് ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടാകല്ലേ.